മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, ഇനി രാഹുൽ ഗാന്ധി എന്ത് തേങ്ങയാണ് വിളിച്ചു പറയാ? ബീഹാറിൽ വോട്ട് ചോരിയോ എന്ന് പറഞ്ഞല്ലായിരുന്നോ ഈ പറയുന്ന രാഹുൽ ഗാന്ധി നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത്? ഇവിടെയുള്ള കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ഇതിന് ഉത്തരം പറയണം. നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും രാഹുൽ ഗാന്ധിയും കൂടി ബീഹാർ പൊക്കിപ്പിടിച്ച് വോട്ട് ചോരിയോ എന്നായിരുന്നു നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത്. അവർക്കിപ്പോ എന്തോ പറയുന്നു? ബീഹാറിൽ ആകെ ഉണ്ടായിരുന്ന 6 കോൺഗ്രസ് MLA-മാരും നരേന്ദ്രമോദിയെ കണ്ട് NDA-യിലേക്ക് JDU-വിലേക്ക് എന്ന വാർത്തയല്ല ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ബീഹാർ എന്ന സംസ്ഥാനത്ത് കോൺഗ്രസ് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാ പുറത്തു വരുന്നത്. ഈ സമയത്തും രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അദ്ദേഹം ടൂറിലാ. രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ ടൂർ അടിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഈ വിഷയം ബീഹാറിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് വ്യക്തമായിട്ട് വിയറ്റ്നാമിൽ രാഹുൽ ഗാന്ധി ടൂറിലുള്ള വാർത്ത ഇന്ത്യ ടുഡേയിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഒരു വ്ളോഗർ വിയറ്റ്നാമില് എയർപോർട്ടിൽ വെച്ച് സെൽഫി എടുത്ത ഫോട്ടോ പുറത്തു വന്നു. അത് ഇന്ത്യ ടുഡേ വരെ സ്ഥിരീകരിച്ചിട്ട് പറയുന്നു, ഇന്ന ഡേറ്റിന്, അതായത് 12-ാം തീയതി വിയറ്റ്നാമിൽ രാഹുൽ ഗാന്ധിയെ കണ്ടു എന്ന് പറഞ്ഞ് വാർത്ത പുറത്തു വന്നു. അതായത് ബീഹാറില് കോൺഗ്രസ് MLA-മാര് NDA-യിലേക്ക് പോകുമോ, ആ JDU-യിലേക്കാണോ BJP-യിലേക്കാണോ എന്ന വലിയ ചർച്ച നടക്കുമ്പോ രാഹുൽ ഗാന്ധി ട്രിപ്പിലാണ്. പറന്ന് ബീഹാറിലേക്ക് എത്തിയിട്ട് അതൊന്ന് തടയിടാൻ പോലും രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടേ ഇല്ല. ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ടൊക്കെ പ്രതിപക്ഷം മുന്നോട്ട് പോകുമ്പോ പ്രതിപക്ഷമൊക്കെ അടപടലം ദിനം പ്രതി തകരുക എന്നല്ലാതെ അവർക്ക് എന്തെങ്കിലും വിജയം ഉണ്ടാവോ? രാഹുൽ ഗാന്ധിയെ പോലെ ഒരാള് പ്രതിപക്ഷം എത്ര കാലം നേതൃത്വം കൊടുക്കുന്നോ ഒരിക്കലും ഈ പറയുന്ന പ്രതിപക്ഷം ഇവിടെ ഭരണപക്ഷത്തേക്കൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാ. 6 കോൺഗ്രസ് MLA-മാരും സകല കോൺഗ്രസ് MLA-മാരും NDA-യിലേക്ക് എത്തുന്നു. നമുക്കൊന്ന് പരിശോധിക്കാം, എങ്ങനെയാണ് ഈ കോൺഗ്രസ് ഇതുപോലെ തകർന്ന് തരിപ്പണായത് എന്ന്. ഇത് വെറുതെ അങ്ങ് തകർന്നതൊന്നുമല്ല. കൃത്യമായിട്ട് കോൺഗ്രസിനെ ജിഹാദികൾ ഹൈജാക്ക് ചെയ്തത് കൊണ്ടാ, ജിഹാദികള് പിന്നിൽ നിന്ന് നിയന്ത്രിച്ചത് കൊണ്ടാ. കേരളത്തിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് നെഹ്റുവിന്റെ കാലം മുതൽ ഒന്ന് എടുത്തു നോക്കണം. ഈ നെഹ്റുവിന്റെ കാലം മുതൽ നെഹ്റു ശരിയാണ്, മതത്തിലൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഒക്കെ തന്നെ നെഹ്റു ഉയർത്തിപ്പിടിച്ചിരുന്നു. രാജ്യത്ത് എന്ത് തുടങ്ങുമ്പോഴും പൂജ നടത്തുമായിരുന്നു. രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുമായിരുന്നു. കാലക്രമേണ കോൺഗ്രസ് അവസാന കാലഘട്ടമൊക്കെ ആവുമ്പോഴേക്ക്, അതായത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഭരണം പോകുന്ന കാലമൊക്കെ ആവുമ്പോഴേക്ക് കോൺഗ്രസിന്റെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കാൻ ജിഹാദികൾ വലിയ ശക്തമായി ഒരു പൂജ നടത്തുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടത്തുമ്പോഴേക്ക്, രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുമ്പോഴേക്ക് അത് ഹിന്ദുത്വയാണ്, അത് അങ്ങനെയാണ്, ഇത് ഹിന്ദുത്വമാണ് എന്ന് കോൺഗ്രസ് വിളിച്ചു പറയൽ തുടങ്ങിയോ അന്നാണ് കോൺഗ്രസ് തകർന്ന് തരിപ്പണായത്. ഈ രാജ്യത്തിന് ഒരു സംസ്കാരമുണ്ട്, പൈതൃകമുണ്ട്, പാരമ്പര്യമുണ്ട്. അതാര് ഉയർത്തിപ്പിടിക്കുന്നോ അവരെ മാത്രമേ രാജ്യത്ത് ബോധമുള്ള സകല ആളുകളോ പിന്തുണക്കോ. ഗൾഫ് രാജ്യങ്ങളിൽ ഇസ്ലാമിക പാരമ്പര്യവും പൈതൃകവും സംസ്കാരമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിവിടെ ആർക്കൊരു എതിർപ്പില്ല. അവരവരുടേതായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോട്ടെ. എന്നാൽ ഈ രാജ്യത്തിന് കൃത്യമായിട്ട് ഇതൊരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണ്, ഇതൊരു ഹിന്ദു സംസ്കാരത്തിലുള്ള പാരമ്പര്യത്തിലുള്ള പൈതൃകത്തിലുള്ള ഒരു രാജ്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം കോൺഗ്രസ് എത്ര കാലം ഉൾക്കൊള്ളുന്നില്ലേ അത്രയും കാലം ഇതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് മരിച്ചോണ്ടിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കമാർക്കും വേണ്ട. ഇതിപ്പോ കോൺഗ്രസിനെ ജിഹാദികൾ ഹൈജാക്ക് ചെയ്തു. എന്നിട്ട് നരേന്ദ്രമോദിക്കെതിരെ BJP-ക്കെതിരെ മരമൊണ്ണത്തരമാണ് നിരന്തരം വിളിച്ചു പറയുന്നത്. ഹിന്ദുത്വയാണ്, അത് ഹിന്ദു രാഷ്ട്രമാക്കാൻ പോവുകയാണ്. ഇതിനൊന്നും ഇവിടെയുള്ള ജനത നിങ്ങളെ കൈയടിക്കില്ല. നിങ്ങള് വികസനം ചർച്ച ചെയ്യണം. നിങ്ങൾ നരേന്ദ്രമോദി ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനേക്കാൾ വലിയ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് ആ വികസനത്തിന്റെ രാജ്യത്തിന്റെ വളർച്ചയെ കുറിച്ച് എന്ന് കോൺഗ്രസ് ചർച്ച ചെയ്യുന്നോ അന്നേ കോൺഗ്രസിന് ഇനി തിരിച്ചു വരവുള്ളൂ.
ഇന്നത്തെ കോൺഗ്രസ് ഒരിക്കലും ഇനി രാജ്യത്ത് തിരിച്ചു വരാൻ പോകുന്നില്ല. കാരണം അവരെ ജിഹാദികൾ ഹൈജാക്ക് ചെയ്തു. BJP പറയുന്നതൊക്കെ ഹിന്ദുത്വയാണ്, ഹിന്ദു രാഷ്ട്രമാണ് എന്ന രീതിയിൽ നിങ്ങൾ എത്ര കാലം വിളിച്ചു പറയുന്നോ അത്രയും കാലം നിങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരു നിലനിൽപ്പ് പോലില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഹിന്ദു സമൂഹത്തിന് മാത്രമല്ല, ബോധമുള്ള മതഭേദമന്യേ സകല ആളുകളും അത് ഉൾക്കൊള്ളുന്നതാ. ഗൾഫ് രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യമാണ് എന്ന് പറയുന്ന അതേ മനോഭാവത്തില് ഈ രാജ്യം ഹിന്ദു ഭൂരിപക്ഷ ഹിന്ദുത്വ കൃത്യമായിട്ട് സംസ്കാരവും പാരമ്പര്യത്തിലും മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് എന്ന് ഉൾക്കൊള്ളാത്തിടത്തോളം കോൺഗ്രസ് ഒരിക്കലും ഈ രാജ്യത്ത് ഉയർന്നു വരാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് ഒരു ടൂറ് പോയിട്ട് ആഘോഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഇത് സീരിയസ് ആയിട്ട് ഈ രാജ്യത്തെ നോക്കിക്കാണാത്ത ആളുകളെ ഈ രാജ്യത്തെ ജനങ്ങൾ അടുപ്പിക്കില്ല. എന്തിനേറെ പറയുന്നു, ജോൺ ബ്രിട്ടാസ് പോലും വ്യക്തമായിട്ട് ഈ അടുത്ത് പ്രഖ്യാപിച്ചില്ലേ, ഞങ്ങൾക്കൊരു ഫുൾ ടൈം പ്രതിപക്ഷ നേതാവിനെ വേണം. ഇവിടെ നരേന്ദ്രമോദി സംവിധാനങ്ങൾക്കെതിരെ BJPക്കെതിരെ എന്തെങ്കിലും പറയണമെങ്കിൽ ഞങ്ങൾക്കൊരു ഫുൾ ടൈം പ്രതിപക്ഷ നേതാവിനെ വേണമെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നിരയിൽ നിന്ന് BJPക്കെതിരെ നിരന്തരം പറയുന്ന ജോൺ ബ്രിട്ടാസ് പറയുന്നത്. കാരണം എന്താ, ഈ പറയുന്ന രാഹുൽ ഗാന്ധി മിക്കവാറും ഓരോ മാസത്തിലും ട്രിപ്പ് പോവുക, ഏതോ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ പോലെ ടൂറ് പോവുക. ഒരു സീരിയസ് ആയിട്ട് ഒരിക്കലും പൊളിറ്റിക്സിനെ നോക്കി കാണുന്നില്ല. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ വിനോദയാത്രകൾ ഉണ്ടാവും, പഠനയാത്രകളൊക്കെ ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് ഇപ്പോഴും വിനോദയാത്രയിലൊക്കെ ഈ രാജ്യം എന്ന് പറയുന്നത് 140 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യ. ഈ രാജ്യത്ത് തന്നെ പതിയിരിക്കുന്ന ഒരുപാട് ജിഹാദികളുണ്ട്, പല രീതിയിലുള്ള മാവോയിസ്റ്റ് സംവിധാനങ്ങളുണ്ട്, പല അപകടങ്ങൾ രാജ്യത്തിനകത്ത് തന്നെയുണ്ട്. അവരെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ ശക്തമായിട്ടുള്ള ഭരണാധികാരികൾ വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാവൂ, സുരക്ഷ ഉണ്ടാവൂ, സൗകര്യങ്ങൾ ഉണ്ടാവൂ. ഇതൊക്കെ രാജ്യത്തെ ബോധമുള്ള ജനതക്കറിയാം. അപ്പൊ രാഹുൽ ഗാന്ധിയെ പോലെ മാസത്തിൽ 1-2 ട്രിപ്പൊക്കെ പോകുന്ന ഒരാളെ പ്രധാനമന്ത്രിയാക്കാൻ ആരെങ്കിലും വോട്ട് ചെയ്യോ? ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്നത് 24 മണിക്കൂറും രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുക. ഇന്നേ വരെ ഒരു ലീവ് പോലും എടുത്തിട്ടില്ല. 2014 മുതൽ ഇന്നേ വരെ ഒരു ട്രിപ്പ് പോയിട്ടില്ല. സകല ബോധമുള്ള ഈ രാജ്യത്തെ പൗരന്മാരും ഇതൊക്കെ തിരിച്ചറിയാം. ലോകത്തെ ഏത് ഭരണാധികാരികളെ എടുത്തു നോക്കിയാലും അവർ ട്രിപ്പ് പോകാറുണ്ട്. അതിന് ഏത് രാജാക്കന്മാരെ, ഗൾഫ് രാജാക്കന്മാരെ എടുത്തു നോക്കിയാലും അവരൊക്കെ തന്നെ ട്രിപ്പ് പോവാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. അവർ ഇന്ന സമയത്ത് ബന്ധപ്പെടാൻ സാധിക്കില്ല എന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങളിൽ വാർത്ത വരാറുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു ദിവസം പോലും ലീവ് എടുക്കാറില്ല. ആ നരേന്ദ്രമോദിയെ കണ്ട് മുന്നോട്ട് പോകുന്ന ഈ രാജ്യത്തെ പൗരന്മാർ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുക? വളരെ ലളിതമായിട്ട് ഈ ബീഹാറിലെ ഇലക്ഷൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കോ. ബീഹാറിലേക്ക് അവിടെ നിതീഷ് കുമാർ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് കരുതി ഈ പറയുന്ന നരേന്ദ്രമോദിയോ അമിത്ഷായോ അങ്ങോട്ട് പോവാതിരുന്നിട്ടില്ല. നിരന്തരം നരേന്ദ്രമോദിയും അമിത്ഷാവും ബീഹാറിലേക്ക് നിരന്തരം പറന്നിറങ്ങി ആ ഇലക്ഷനെ തന്നെ ലീഡ് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും അവിടെ NDA അധികാരത്തിലേക്ക് എത്തിച്ചതിന് ശേഷം നരേന്ദ്രമോദിയും അമിത്ഷാ ഒക്കെ അവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. അതേസമയം ആ ഇലക്ഷൻ ചൂടിലും രാഹുൽ ഗാന്ധി ട്രിപ്പ് പോയിട്ടുണ്ട്. ഇതൊക്കെ കാണുന്ന കോൺഗ്രസ് MLA ഒന്ന് ചിന്തിക്കില്ലേ? ഈ ട്രിപ്പ് പോകുന്ന വിനോദയാത്ര മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരുത്തന്റെ പിന്നാലെ എന്തിനാണ് ഞങ്ങൾ നിൽക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കണം എന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാ ബീഹാറിലെ 6 MLA ഒന്നടങ്കം NDAയിലേക്ക് എത്തിയത് എന്നൊക്കെ രാജ്യത്തെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിഞ്ഞു. കോൺഗ്രസില് ബോധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം അങ്ങ് മുന്നോട്ട് വെക്കാം. നിങ്ങൾ ആ രാഹുൽ ഗാന്ധിയെ വിനോദയാത്രക്ക് അങ്ങ് വിട്ടേക്കോ. നിങ്ങൾ മറ്റാരെങ്കിലും പ്രതിപക്ഷ നേതാവിനെയോ പാർട്ടി പ്രസിഡന്റിനെയൊക്കെ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരു നല്ല പ്രതിപക്ഷമെങ്കിലും ആവാൻ സാധിക്കൂ എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം.